അഹമ്മദാബാദ് വിമാനാപകടം നടന്ന് ആഴ്ചകൾ പിന്നിടുമ്പോഴും വിമാനാപകടത്തിലെ ദുരൂഹതകൾ തുടരുകയാണ്. ഇതുവരെയും അപകട കാരണം കണ്ടെത്താൻ കഴിയാത്തത് നിഗൂഢതകൾ വർദ്ധിപ്പിക്കുകയാണ്. ഈ വിമാനാപകടത്തിൽ നിന്നും ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇയാൾ ഇപ്പോഴും അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലെന്നാണ് ഏറ്റവും അവസാനമായി പുറത്തുവരുന്ന വാർത്തകൾ. 274 പേർ മരണപ്പെട്ട വിമാനാപകടത്തിൽ ഒരാൾ മാത്രമാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഈ ഒരാൾ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു എന്നതിൽ ഇപ്പോഴും പലതരത്തിലുള്ള സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. വ്യോമയാന രംഗത്തെ വിദഗ്ധർ വരെ പറയുന്നത് വിമാനം ലാൻഡ് ചെയ്യാതെ ഒരിക്കലും എമർജൻസി എക്സിറ്റ് ഓപ്പൺ ആകില്ലെന്നും അഥവാ ഇത് തുറക്കണമെങ്കിൽ ട്രെയിൻഡായ ക്രൂയിസിന് മാത്രമേ ഇത് സാധിക്കൂ. എങ്കിൽ ഈ വിമാനത്തിലെ എമർജൻസി എക്സിറ്റിലൂടെ ഒരു പാസഞ്ചർ എങ്ങനെ രക്ഷപ്പെട്ടു എന്നത് സംശയത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം, ഒരു വിമാനാപകടത്തിൽ ഉണ്ടാകേണ്ട പരിക്കുകളല്ല രക്ഷപ്പെട്ട വിശ്വാസ് കുമാറിനുണ്ടായിട്ടുള്ളത്. നിസ്സാര പരിക്കുകളോടെ മാത്രമാണ് ഇയാൾ രക്ഷപ്പെട്ടത്. പ്രചരിക്കുന്ന ചിത്രങ്ങളിലടക്കം ഇയാൾ കൂളായിട്ടാണ് നടന്നു വരുന്നത്. വലിയ തീഗോളങ്ങൾ പുറകിലുണ്ടായിട്ടും ചുറ്റും ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് അതിൻ്റെതായ യാതൊരു ആകുലതയും ആ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നില്ല. വിമാനത്തിലെ യാത്രക്കാരനാണെന്നും രക്ഷപ്പെട്ടതാണെന്നും വളരെ കൂളായാണ് അദ്ദേഹം പറഞ്ഞു നടന്നു നീങ്ങുന്നത്. അതിനുശേഷം ആശുപത്രിയിൽ പ്രവേശിച്ച വിശ്വാസ് കുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കം നിരവധി പ്രമുഖർ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ഹോട്ടലിലേക്ക് മാറ്റിയ ഇദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും അന്വേഷണ ഏജൻസികൾ വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ദിവസം എയർപോർട്ടിലുണ്ടായ ഗ്രൗണ്ട് സ്റ്റാഫിന്റേതടക്കമുള്ള മൊബൈലുകൾ പിടിച്ചെടുക്കുകയും അവരൊക്കെ ആരെല്ലാമായി ബന്ധപ്പെട്ടു എന്നതിന്റെ കൃത്യമായ തെളിവുകളും അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചിരുന്നു. നിലവിൽ ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തെളിവോ അറസ്റ്റോ ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് അഹമ്മദാബാദ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ. സോഷ്യൽ മീഡിയയിൽ വിശ്വാസ് കുമാർ രമേശ് അറസ്റ്റിലായി എന്ന വാർത്ത വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല.